അർദ്ധവാർഷിക പരീക്ഷാ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആദ്യഘട്ട പഠന പിന്തുണാ പരിപാടി നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് 1 മുതൽ 9 വരെ ക്ലാസുകളിലെ അക്കാദമിക മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖ തയ്യാറായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കണമെന്നും സർക്കുലറിൽ ഉണ്ട്. അക്കാദമിക വർഷം പാതി പിന്നിടുമ്പോൾ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവരുന്നത്. വിഷയങ്ങളിൽ വേണ്ടത്ര അറിവ് നേടാതെ ക്ലാസ് കയറ്റം കിട്ടുന്നത് പഠനത്തിന് വിലങ്ങുതടിയാവുന്നു എന്ന് വകുപ്പ് വിലയിരുത്തുന്നു. അതിനാലാണ് അതത് ക്ലാസുകളിലെ പഠന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ പഠന പിന്തുണാ പരിപാടി ആവിഷ്കരിക്കുന്നത്. ജനുവരി ആദ്യത്തിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം മുതൽ പിന്തുണാ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ പദ്ധതിയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന സംസ്ഥാന ഉദ്യോഗസ്ഥർ, ജില്ലാ റിസർച്ച് ഓഫീസർമാർ, ഡിഇഒമാർ, ഡിഡിഇമാർ, സമഗ്ര ശിക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് ജില്ലാതലത്തിലെ ഏകോപന ചുമതല. ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ നിർബന്ധമായും വിദ്യാലയങ്ങളിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. ഉദ്യോഗസ്ഥർ സ്കൂളുകളിലെത്തുമ്പോൾ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം അധ്യാപകർ തയ്യാറാക്കി നൽകണം. അർദ്ധവാർഷിക പരീക്ഷയിലെ ഓരോ വിദ്യാർത്ഥികളുടെയും മാർക്ക് വിവരങ്ങൾ സമ്പൂർണ്ണ പ്ലസിൽ അപ്ലോഡ് ചെയ്യണം. ഈ അധ്യയന വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുന്നതിനാൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണമെന്നും സർക്കുലറിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.